എടാ ഞാൻ ഈ ഒരു പോർഷന് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാണ്. കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ അതിന് റീസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രം നമ്മൾ മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, സോ ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾക്കറിയാം, ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നും പ്ലസ് ടു നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അത് UK-ൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഒന്ന് വന്നു, അത്രമാത്രം. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ബേസിക് ആയിട്ടുള്ള ജന്മന കിട്ടുന്ന അവകാശങ്ങളാണ്. അത് വേറൊരാൾക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. ഇറ്റ്സ് ഇല്ലിനിയബിൾ, കനോട്ട് ബി ടേക്കൺ അവേ. ഓക്കെ, ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിലെന്തൊക്കെ റൈറ്റ്സ് ആണ് വരിക? അതിൽ മോറലായിട്ടുള്ള കാര്യങ്ങൾ വരാം, സോഷ്യൽ, ഇക്കോണമിക്കൽ, പൊളിറ്റിക്കൽ, ഒരുപാട് കാര്യങ്ങൾ വരാം അല്ലേ. റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ഓഫ് മൂവ്മെൻറ്റ്, റൈറ്റ് ഓഫ് നാഷണാലിറ്റി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻസ്. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റാണ്. എക്സാം അഡ്വൈസ് നോക്കൂ. ഐ ഗ്യാരണ്ടി യു ദാറ്റ് ഇത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല, നമ്മളെ സ്റ്റഡി ഹബിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പല കാര്യങ്ങളും സ്റ്റഡി ഹബിൽ നിന്നും കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആർ നോട്ട് ഡയറക്ട്ലി എക്സാമിനബിൾ. ഇത് എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഈസ് വൈഡ്. പല പല ഏരിയാസിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതും അത്ര എന്തല്ല, എക്സാമിനബിൾ അല്ല. നമുക്ക് മെയിൻ എക്സാമിന് ചോദിക്കില്ല. ഹ്യൂമൻ റൈറ്റ്സ് എക്സാമിനബിൾ അല്ല ഡയറക്റ്റ്ലി. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി, ആ രീതിയിൽ കവർ ചെയ്ത് പോകും. സോ കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് UK ലോ മസ്റ്റ് ബി ഇൻ്റർപ്രറ്റഡ് ടു ബി കമ്പാറ്റിബിൾ വിത്ത് ദ ECHR. ഓക്കെ, UK ലോ എന്ന് പറയുന്നത് സോ ECHR റൈറ്റ്സുമായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കണം UK ലോ. അതായത് ECHR എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, ECHR, യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. അവർ ഒരുപാട് റൈറ്റ്സുകൾ, നമ്മൾ നേരത്തെ മേലെ പറഞ്ഞ പോലത്തെ ഒരുപാട് റൈറ്റ്സുകളെ പറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ റൈറ്റ്സുമായിട്ട് UK ലോ കോമ്പാറ്റിബിൾ ആയിരിക്കണം, അലൈൻ ചെയ്തു പോകുന്നതായിരിക്കണം. ഓക്കെ, കോടതികൾ ECHR റൈറ്റ്സിൻ്റെ എന്താണോ ECHR റൈറ്റ്സ് പറയുന്നത് ആ രീതിയിലായിരിക്കണം കോടതികൾ ഈ നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും. ഇനി കോടതികൾക്ക് ECHR റൈറ്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് പാർലമെൻറ്റിൻ്റെ ആക്ട്സ്, പാർലമെൻറ്റ് എന്താണോ പറഞ്ഞത് അത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റ് പറഞ്ഞത് എപ്പോഴും ശരിയാണ്, പാർലമെൻറ്റ് സോവറിനിറ്റി അപ്ലൈ ചെയ്യും എപ്പോഴും. കോടതി എന്ത് ചെയ്താൽ മതി, ഇൻകോമ്പാറ്റിബിൾ ആണ് എന്ന് പറയാം. അതായത് കോടതിക്ക് ECHR റൈറ്റ്സുമായിട്ട് കോമ്പാറ്റിബിൾ ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കോടതി എന്ത് ചെയ്യുക, ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണ്ട. കോടതി എന്ത് ചെയ്താൽ മതി, ഇത് ഇൻകോമ്പാറ്റിബിൾ ആണ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ മതി. അല്ലാണ്ട് കോടതിയായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പോഴും പാർലമെൻ്റ് ആണ് സോവറൈൻ, സുപ്പീരിയർ. ഇൻകോമ്പാറ്റിബിൾ ആണെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് നിയമങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട്. രണ്ടാമത്തത്, ഗവൺമെൻറ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ഒരു പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ബില്ല് എന്നൊക്കെ. അപ്പോൾ പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ബില്ലും ECHRുമായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കണം. ഇനി അമെൻമെൻറ്റ് ഓഫ് ലെജിസ്ലേഷൻ, പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ അമെൻഡ് ചെയ്യുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഇൻകോമ്പാറ്റിബിൾ ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെജിസ്ലേഷൻ എന്ത് ചെയ്യണം, അമെൻഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, നിർബന്ധമാണ്. എന്നിട്ട് ആ ഒരു ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യണം, അവിടുന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. നാലാമത്തത്, ജുഡീഷ്യൽ പ്രസിഡൻറ്റ്. എനി UK president that conflicts with ECHR decisions is no longer valid. ഏതെങ്കിലും മുൻവിധികൾ, നിയമങ്ങളല്ല മുൻവിധികൾ ECHRുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഫ്യൂച്ചർ കേസുകളിലേക്ക് എടുക്കാൻ പാടില്ല.
അല്ലേ? നമ്മൾ മുൻവിധികൾ നോക്കി ഫ്യൂച്ചർ കേസുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കേസൊക്കെ പഠിച്ചു. അപ്പോൾ അത് ECHRുമായിട്ട് ഇൻകോമ്പാറ്റിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ഇൻവാലിഡ്, നോ ലോങ്ങർ വാലിഡ് ആണ്. കോടതി, ജഡ്ജ് ECHR ഫോളോ ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? നമ്മൾ പറഞ്ഞതാണ്. അത് ഇറ്റ് ക്യാൻ ബി ക്വാഷ്ഡ് എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ലീഗൽ ഡിസിഷൻ ഇൻവാലിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്യാം ഇഫ് അത് ECHRുമായിട്ട് കോമ്പാറ്റിബിൾ അല്ലെങ്കിൽ, ഇഫ് ഇറ്റ് ബ്രീച്ചസ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഓക്കെ, പബ്ലിക് അതോറിറ്റീസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ലോക്കൽ അതോറിറ്റീസ്, കോടതികൾ, സ്കൂളുകൾ, ഇവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഹ്യൂമൻ റൈറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടാവും, പബ്ലിക് അതോറിറ്റീസൊക്കെ. ഇനി ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിങ് വന്നാലോ കോടതി എന്ത് ചെയ്യണം? റൈറ്റ്സ് ബാലൻസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോക്ക്, റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഫ്രീഡം. എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളതുപോലെ മറ്റൊരാൾക്ക് അയാളുടെ കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ഒരു കേസ് വന്നിട്ടുണ്ട്, ജിമ്മിൽ പാട്ട് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആൾക്കാർ പറയുന്നത്, ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടത്, ന്യൂസ് ചാനലിലെ കമൻറ്റ് സെക്ഷനിലൊക്കെ വരുന്നത്, പാട്ട് വെക്കാൻ പറ്റുന്ന അവകാശമുണ്ടെങ്കിൽ പാട്ട് വെക്കാണ്ടിരിക്കാനും അവകാശമില്ലേ? ലോജിക്കലി ആയിട്ടുള്ള സാധനമല്ലേ? സോ ദാറ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് റൈറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയം എടുത്തെന്ന് മാത്രം. രണ്ടും റൈറ്റാണ്, രണ്ടാളെ ഭാഗത്തും ശരിയുണ്ട്. അപ്പോൾ കോടതി എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. രണ്ടാളും ഒന്ന് മയപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് കോടതി എടുക്കേണ്ടത്. ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവണം. ഇതാണ് നമ്മളെ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ സമ്മറിയാണ്. സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് നോക്കിക്കോളുക. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. സോ നമ്മളെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് വൃത്തിക്ക് പഠിച്ചു പോവുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പേപ്പർ ക്ലിയർ ചെയ്യാം. ഓക്കെ.